അസ്സലാമലൈക്കും. അപ്പം ഇന്ന് വന്നതൊരു ബാഗിൻ്റെ വീഡിയോ ആണ്. ബാഗ് മേക്ക് ചെയ്യല്ല കേട്ടോ. ഇത് പഴയ ബാഗ് റീയൂസ് ചെയ്യുന്ന ഒരു ഐഡിയാസാണ്. അപ്പോൾ ഇത് പഴയത് തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് വാങ്ങി വെച്ചതായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ ഫോട്ടോസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലെ പോക്കറ്റൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു വാങ്ങി എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ അത് യൂസ് ചെയ്യാച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു. ഞാനിപ്പോഴാണ് അത് സമയം തന്നത്. ഞാനത് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം കേട്ടോ. ഈ രണ്ട് ഭാഗത്തെ ആ രണ്ട് പൗച്ചൊന്ന് ഇളക്കി കളഞ്ഞു. എനിക്ക് തോന്നി ഈ സെൻറ്റർ ഭാഗത്ത് ആ മുൻഭാഗത്തുള്ളതും കൂടാണ്ട് കളയാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുക്കാം. പിന്നെ ഇതിൻ്റെ ഹാൻഡിലും കൂടെ എനിക്ക് ഒഴിവാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ചെയിന് എനിക്ക് ഉദ്ദേശിച്ചതിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഈ ഫ്രണ്ടെത്താണ്ട് കളഞ്ഞു. ഇത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് ഉൾവശത്ത് നല്ല സ്പേസ് ഉണ്ട്. രണ്ട് സിപ്പൊക്കെ ഉണ്ടായിട്ട് ഒരു ബാഗാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റിച്ച് മാർക്ക് കാണുന്നുണ്ട്. അതിന് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധകളല്ലേ, നല്ല ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. കുട്ടികളുടെ ഒരുപാട് ഡ്രസ്സിൽ വെക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്താ പറയുക, കളയാതെ എടുത്ത് വെച്ചിരുന്നത്. റിട്ടേൺ അടിച്ചില്ല. വാങ്ങിയപ്പം ഇഷ്ടപ്പെടായിട്ട് റിട്ടേൺ അടിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ റിബണാണ്. ഇതൊരു വെൽവെറ്റിൻ്റെ റിബണാണ് കേട്ടോ. ആ റിബണാണ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ആദ്യം വിചാരിച്ചു മാർക്കർ വെച്ചിട്ട്, പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് വരച്ച് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ എനിക്ക് ഈ റിബൺ കണ്ടപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഇതിലുള്ള അളവില്ല റിബൺസ് ഉണ്ടാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഹാഫ് ബീഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ലേസ് വേണമെങ്കിൽ ലേസൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ മാർക്കർ വെച്ചിട്ട് വരച്ചിട്ട് ഉള്ളിൽ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ എഴുതുന്നൊന്നുമില്ല, ജസ്റ്റ് ആ സ്റ്റിച്ചിൻ്റെ അതിലുകൊണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ചെയ്യാൻ എൻ്റെ കയ്യിലുള്ള റിബൺ. അപ്പോൾ ഞാൻ അതാ ചെയ്തത്. ഈ സൈഡിലും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അതായത് സ്റ്റിച്ചൊന്നും കാണൂല. നമ്മളത് അയച്ചെടുത്ത ബാഗാന്ന് ഒട്ടും തന്നെ അറിയില്ല കേട്ടോ. വീഡിയോയിൽ കാണാട്ടിലും നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെറുതെ ഒരു കുറഞ്ഞ റേറ്റിന്, അതായത് 150-ൻ്റെ 100-ൻ്റെ ഇടയിൽ എത്ര റേറ്റിന് ഞാൻ വാങ്ങി വെച്ചതാണ്. ഒരു വർഷത്തിലേറെ ആയിട്ടുണ്ടാവും അപ്പോൾ ബാഗ് വാങ്ങി വെച്ചിട്ട്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ സൈഡ് ഈ പോക്കറ്റായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. പിന്നെ ഹാൻഡിൽ കുറച്ചുകൂടെ ലെങ്ത്ത് വേണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹാൻഡിൽ ഇങ്ങനെ തന്നെ എനിക്ക് നല്ല ഭംഗി തോന്നി. അപ്പോൾ ഹാൻഡിലൊന്നും ചെയ്യാതെ ഞാൻ യൂസ് ചെയ്യാച്ചിട്ട് റെഡിയാക്കി വെച്ചതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാച്ചു. ചില ബാഗൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളയാനൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് പഴകിയാലും നമ്മൾ കളയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ കളയൊന്നും വേണ്ട. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് ഇതാക്കാം. അല്ലേ, ഹാൻഡിൽ സ്പോഞ്ചൊന്നും എനിക്ക് അത്ര ഇതായിട്ടില്ല. പക്ഷെ എന്നാലും ഓക്കെയാണ്. ഇത് ഞാൻ ഇതിൽ സാധനമൊക്കെ നമ്മൾ ഫുള്ളാക്കി എടുത്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അല്ലേ, ഇത് നമ്മൾ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പൊങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരിക്കലും ആ ഒരു പഴയൊരു ബാഗാണെന്ന് തന്നെ അറിയില്ല. നല്ലൊരു സ്റ്റാൻഡേർഡ് ബാഗിൻ്റെ അതേ ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.